നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ പൊന്നപ്പച്ചി, എന്റെ ഡയറ്റൊക്കെ അപ്പച്ചിക്ക് അറിയാവുന്നതല്ലേ. പിന്നെന്താ പതിവില്ലാതെ ഒരു ക്ഷീര വിപ്ലവം? കുങ്കുമപ്പൂ ചേർത്തതാ, ഒറിജിനൽ കാശ്മീരി കുങ്കുമപ്പൂ. മോൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ വരുത്തിയതാ. അപ്പച്ചിക്ക് ഈയിടെയായിട്ട് എന്നോട് സ്നേഹം കൂടിക്കൂടി വരികയാണല്ലോ. നിന്നെ അല്ലാതെ പിന്നെ ഞാൻ ആരെ സ്നേഹിക്കാനാ മോളെ? സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തിയെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പച്ചിയുടെ നാവിന്നിപ്പോ ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ വചനങ്ങളാണല്ലോ വരുന്നത്. അതെന്തു പറ്റി? കൃഷ്ണനെ വിട്ട് ക്രിസ്തുവിനെ പിടിച്ചോ? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയിലെ മതിലിൽ എഴുതിയത് കണ്ടതാ. എന്തെങ്കിലും ആവട്ടെ. മോളെ, എന്താ അപ്പച്ചി? മോളെ, അത് അപ്പച്ചി ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആഹാ, ഈ പ്രായത്തിലെ സ്വപ്നോ? അല്ല, സ്വപ്നം കാണുന്നതിന് പ്രായമൊന്നും ഇല്ലല്ലോ. ആട്ടെ, എന്തായിരുന്നു സ്വപ്നം? സ്വപ്നത്തിൽ കണ്ടത് മോളെയാ. എന്നെയോ? എന്നെ എന്തിനാ സ്വപ്നം കാണുന്നേ? ഞാൻ ഇവിടെ നക്ഷത്രം പോലെ നിൽക്കുകയല്ലേ. കണ്ടതത്ര നല്ല സ്വപ്നം അല്ല മോളെ. ഞാനത് എങ്ങനെ നിന്നോട് പറയുന്ന? അപ്പച്ചി വളഞ്ഞു ചുറ്റി മൂക്കി പിടിക്കാതെ കാര്യം പറയും. നമ്മുടെ ഈ വീട് കാടും പടലും പിടിച്ചു കിടക്കുക. അതിന് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ വിളിച്ചാ പോരെ, അവര് വന്ന് വൃത്തിയാക്കിക്കോളും. നീ കളിയാക്കൊന്നും വേണ്ട. ഈ വീട് ഒരു പ്രേത ഭവനം പോലെ കിടക്കുന്നു. അതിന്റെ മുമ്പില് നീ ഒറ്റയ്ക്ക് ഒരു വെള്ള സാരി ഉടുത്ത്. പശ്ചാത്തലത്തിലെ യക്ഷിപ്പാട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ഈ നിഷേധിനി സ്റ്റൈലേ. ഇനി യക്ഷിയായാലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഡിസൈനർ സാരി മസ്റ്റാ. നീ പരിഹസിച്ചോ, പക്ഷേ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്ന. നിനക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്നു. അല്ല, ഉള്ളതെല്ലാം മോക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ദൈവ സ്വപ്നത്തിലൂടെ തന്നതാ. നീ ഒന്ന് ഓർത്തേ, നിന്റെ അച്ഛൻ പോയി കഴിഞ്ഞാ പിന്നെ മോക്ക് ഞാൻ മാത്രാ. ഈ അപ്പച്ചുകൂടി മോക്ക് ഇല്ലാതായി കഴിഞ്ഞാ മോക്ക് പിന്നെ ആരാ? മോളുടെ ഭർത്താവെന്ന് പറയുന്ന നിരഞ്ജനോ? നല്ല കഥേ. നിരഞ്ജൻ ഇപ്പൊ മര്യാദ പുരുഷോത്തമനായി നിൽക്കുന്നതേ മോളുടെ ഡാഡി ഇപ്പൊ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാ. ഡാഡി ഇല്ലാതാവട്ടെ, അവന്റെ തനി നിറം പുറത്തേക്ക് വരും. അവന്റെ ഈ മര്യാദരാമൻ കളിയൊക്കെ ഹോസ്പിറ്റൽ സ്വത്തുമൊക്കെ നിന്റെ ഡാഡിന്ന് ഒപ്പിച്ചെടുക്കാനാ. അതുകൊണ്ട് നീ കാലെ കൂട്ടി വേണ്ടത് ചെയ്യണം. ഞാൻ എന്ത് വേണമെന്ന് അപ്പച്ചി പറയുന്നത്? അവനവന്റെ കയ്യ് അവനവന്റെ തലയ്ക്ക് തന്നെ ഇരിക്കണമെന്നാ പണ്ടുള്ളവര് പറഞ്ഞിരിക്കുന്നത്. സ്വത്തുക്കളും ഹോസ്പിറ്റലും എത്ര ബലം പിടിച്ചിട്ടാണെങ്കിലും നീ നിന്റെ പേരിൽ എഴുതി വാങ്ങണം. അപ്പച്ചി, അതൊന്നും ഉടനെ നടക്കത്തില്ലെന്ന് അപ്പച്ചിക്ക് നന്നായിട്ട് അറിയാലോ. ഡാഡി സമ്മതിക്കത്തില്ല. എങ്കിലേ അപ്പച്ചി ഒരു കാര്യം പറയാം. സംഗതി ഇത്തിരി വളഞ്ഞ വഴിയാ. അത് സാരമില്ല, വഴി വളഞ്ഞതാണെങ്കിലും ലക്ഷ്യത്തിലെത്തിയാ മതി. ഡാഡിയുടെ ലോക്കറിൽ ഇരിക്കുന്ന എല്ലാ പ്രമാണങ്ങളും മോളെടുത്ത് സ്വന്തം കസ്റ്റഡിയിൽ വയ്ക്കണം. അല്ലെങ്കിൽ അപ്പച്ചിയെ ഏൽപ്പിച്ചാ മതി, ഞാൻ ഭദ്രമായിട്ട് വച്ചോളാം. അതൊക്കെ നടക്കൂ? നടത്തിയെടുക്കണം. അവിടെയാണ് മോളുടെ മിടുക്ക്. ഇന്നു തൊട്ട് അതിനുള്ള ശ്രമം തുടങ്ങണം. സ്വന്തം മുതല് മോഷ്ടിക്കുന്നു എന്നുള്ള ചിന്തയൊന്നും വേണ്ട. നിവൃത്തിയില്ലെങ്കിൽ പിന്നെ നീതിമാൻ എന്ത് ചെയ്യും?
സുധേട്ടാ. സുധിയേട്ടനല്ല, സിദ്ധാർത്ഥൻ. നിങ്ങളെന്തെവിടെ? ഞാനിതെവിടെയാ? നല്ല ചോദ്യം. കാർ തട്ടി റോഡിൽ വീണതോടെ ഓർമ്മശക്തിയൊക്കെ പോയോ? എടോ, ഇതൊരു ക്ലിനിക്കാ. താനിവിടെ ഡ്രിപ്പ് ഇട്ട് കിടക്കുന്നു. ശ്രദ്ധയില്ലാതെ റോഡ് മുറിച്ച് കടന്നിട്ട്. പേടിക്കാനൊന്നുമില്ല. അങ്ങനെ വലിയ ഇഞ്ചുറീസ് ഒന്നും ഇല്ലെന്നാ കാഷ്വാലിറ്റിയിലെ ഡോക്ടർ പറഞ്ഞത്. ഡ്രിപ്പ് ഇപ്പൊ തീരാറായി. താൻ അരമണിക്കൂർ നന്നായി ഉറങ്ങുകയും ചെയ്തു. എനിക്ക് പോണം. ചേടാ, പോണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇത് പേടിക്കാൻ ജയിലൊന്നും അല്ല. പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. ഈ ട്രിപ്പ് ഒന്ന് കഴിയട്ടെ. 1 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് പോവാം. നിരഞ്ജൻ സാറിനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അക്ഷര ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടൊരു പരിചയം ഞങ്ങൾ തമ്മിലുണ്ടെന്ന് അറിയാലോ. സാറിപ്പോ വരും. നീന, ഇത്തവണത്തെ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനുള്ള കോസ്റ്റ്യൂംസും ഓർണമെന്റ്സും ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു ബാംഗ്ലൂർ ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹെബ്ബാളിലുള്ള ആരെയാണെന്നോ അത് പറയത്തില്ല, അത് സസ്പെൻസ് ആണ്. ആദ്യം അതൊക്കെ ഇട്ട് ഞാൻ റാമ്പിൽ നിൽക്കുന്നത് കാണ്, എന്നിട്ട് പറയാം. നീന, ഹോസ്പിറ്റലിൽ നിന്ന് സുനിത വിളിക്കുന്നുണ്ട്. എന്തോ എമർജൻസി ആണെന്ന് തോന്നുന്നു. ഞാൻ തിരിച്ചു വിളിക്കാം. എന്താ സുനിത? ഞാനിപ്പോ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് പോകുന്നത്. ദേഷ്യപ്പെടല്ലേ മാഡം, വിശേഷപ്പെട്ടൊരു വിവരം അറിഞ്ഞു, അത് പറയാൻ വിളിച്ചതാ. വിശേഷപ്പെട്ട വിവരോ? എന്ത് വിവരം? അത് കേൾക്കുമ്പോ മാഡത്തിന് എന്ത് തോന്നുന്നു എനിക്ക് അറിയില്ല. സുനിത, കാര്യം പറയൂ. നമ്മുടെ ശ്യാമ സിസ്റ്റർ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത് മറ്റേ കക്ഷി ആശുപത്രിയിലാ. ഏത് മറ്റേ കക്ഷി? മാഡത്തിന്റെ നമ്പർ 1 ശത്രു ദേവിക. ആഹാ, കൊള്ളാലോ. അവൾക്ക് എന്ത് പറ്റി? ആ ശരത്ത് വല്ലതും ചെയ്തോ? തല ചുറ്റി റോഡിൽ വീണോന്നാ കേട്ടത്. ഉത്തരവാദി ശരത്താണോ അതോ വേറെ ആരെങ്കിലും ആണോന്ന് അറിയില്ല. എന്നിട്ട് അവൾ എവിടെ ഇപ്പോ? കോവിൽ റോഡിലെ ആ ക്ലിനിക്കിലെ അമല ഡിസ്പെൻസറി അവിടെ ഉണ്ടെന്നാ കേട്ടത്. ഇനി വല്ല വിശേഷാണോന്ന് ആർക്കറിയാം. മാഡം പേടിക്കണ്ട, ഡോക്ടർ നിരഞ്ജൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്നാ കേട്ടത്. ഇനി വേണ്ടതൊക്കെ ഡോക്ടർ ചെയ്തോളൂ. അല്ലെങ്കിലും വയ്യാതെ കിടക്കുമ്പോ വേണ്ടപ്പെട്ടവരുടെ സാമീപ്യമല്ലേ ഏറ്റവും വലിയ മരുന്ന്. ശരി മാഡം, ഇത് പറയാൻ വിളിച്ചെന്നേ ഉള്ളൂ. ആഹാ, എന്തൊരാശ്വാസം. ഇനി മാഡം വേണ്ടത് ചെയ്തോളൂ. അയ്യോ, എന്തു പറ്റി മോളെ? എന്തു പറ്റിയെന്ന് അപ്പച്ചോട് പറയ്. അവള് ആ ദേവിക റോഡിൽ തല ചുറ്റി വീണെന്ന്. ആഹാ, നന്നായി. അവളുടെ തല തട്ടിപ്പോവുകയായിരുന്നു വേണ്ടത്. വെറുതെ ഉള്ള തലചുറ്റലാണോ അതോ വല്ല വിശേഷത്തിന്റെ ഭാഗമായിട്ടുള്ള തലചുറ്റലാണോന്നാ ആ ഡോക്ടർ സുനിതയുടെ സംശയം. അങ്ങനെ വരട്ടെ. എന്റെ ഈശ്വര, ഈ മുറ്റത്തുകൂടി കുഞ്ഞുകാലുകൾ ഓടി നടക്കുന്നത് കാണേണ്ടി വരൂലോ. അപ്പച്ചി, അല്ല, ഞാനൊരു സാധ്യത പറഞ്ഞേ ഉള്ളൂ. അതിപ്പോ അവളെ പോലുള്ളവർക്കേ എന്തെങ്കിലും സംഭവിച്ചാലും ആരെ വേണമെങ്കിലും നമുക്ക് സംശയിക്കാലോ. എന്നിട്ട് രാജകുമാരി ഇപ്പൊ എവിടെ? നമ്മുടെ ഹോസ്പിറ്റലിലല്ല, പുറത്ത് ഏതോ ഒരു ക്ലിനിക്കിലാ. ഓ, രാജകുമാരിയെ പരിചരിക്കാൻ ഇവിടുത്തെ രാജാവ് പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരട്ടെ. അപ്പ സംശയിക്കണം. ഒച്ചയ്ക്ക് കത്തിക്ക് ഞാൻ രണ്ടിനെ. കത്തിക്കണം. അപ്പച്ചു കൂടെ നിൽക്കും. നീ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നതിന് നിന്റെ പത്തിക്ക് അടിച്ചത് അവള്.